തദ്ദേശ വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കി. 8 നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനവും റദ്ദാക്കിയിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. ആ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു നിരീക്ഷണം, ഒരു ഇടപെടൽ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതി നടത്തുന്നു? എന്താണ് വിവരങ്ങൾ? സുപ്രധാനമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാനം. ആ ഘട്ടത്തിൽ സർക്കാരിന്റെ കനത്ത തിരിച്ചടിയുമായി ഒരു വിധി വരുന്നു. സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. 8 നഗരസഭകളിലെയും ഒരു പഞ്ചായത്തിലെയുമാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പുതിയൊരു ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. കൊടുവള്ളി, ഫെറോക്ക്, മുക്കം, പാനൂർ, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് കോടതി പറയുന്നത്. 2015 വാർഡ് വിഭജനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുനർവിഭജനത്തിനും വിലക്കുണ്ട്. പടന്ന ഗ്രാമപഞ്ചായത്തിലും ഈ വാർഡ് വിഭജനം നടത്തിയത് കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. മുനിസിപ്പൽ നിയമത്തിന്റെ ഭേദഗതിയിലൂടെ വാർഡ് വിഭജനം നടത്താനുള്ള നീക്കത്തിനെതിരെ നൽകിയ ഹർജികളിലാണ് ഈ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് കൗൺസിലർമാരും വോട്ടർമാരുമാണ് ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടി തന്നെയാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, വാർഡ് മെമ്പർമാർ, നഗരസഭാ കൗൺസിലർമാരൊക്കെ തന്നെ കോടതിയിലേക്ക് എത്തുന്നതിനും അനുകൂലമായ തീരുമാനം നേടിയെടുക്കുന്നതിനും ഒക്കെ തന്നെ ഈ വിധി കാരണമാകും. അങ്ങനെയെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ നിയമ പോരാട്ടം സർക്കാരും വിവിധ മേഖലകളിലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമപഞ്ചായത്ത് മുതൽ മുകളിലേക്കുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും തമ്മിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനോടകം UDF, കോൺഗ്രസ് അടക്കം ഇക്കാര്യത്തിൽ കോടതിയിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. VD സതീശൻ നേരത്തെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇതിന് മുന്നോടിയായി കൂടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് കൂടി വരുന്നത്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പാർട്ടികളൊക്കെ പല കോണുകളിൽ നിന്നും അത് തുടങ്ങിയതുമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു നടപടി കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? മാത്രമല്ല, വളരെ ചെറിയൊരു സമയം കൊണ്ടൊരു വലിയ നിയമപോരാട്ടം, അതിനൊക്കെയുള്ള സാധ്യതകൾ എത്രമാത്രമാണ്, അതിൻ്റെ സാങ്കേതികത്വം എത്രമാത്രമാണ്? ഇനിയുള്ള കോടതി നടപടികൾ അതെങ്ങനെയാണ്? സ്വാഭാവികമായും ഇനി കോടതിയിലേക്ക് വാർഡ് വിഭജനം, അത് രാഷ്ട്രീയ പ്രേരിതമായ വാർഡ് വിഭജനമാണ് നടന്നത് എന്ന് ഇതിനോടകം ആക്ഷേപം ഉയർത്തിയിട്ടുണ്ട്. അത് BJP ഉയർത്തിയിട്ടുണ്ട്, കോൺഗ്രസും ഉയർത്തിയിട്ടുണ്ട്, ലീഗ് അടക്കമുള്ളവർ ഇതിനോടകം പറഞ്ഞതാണ്. ഈ പശ്ചാത്തലത്തിൽ അവർ കോടതിയിൽ പോകും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി കോടതിയിൽ പോയാൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉത്തരവോടെ ആ സംശയങ്ങളൊക്കെ ഒരു പരിധിവരെ മാറുകയാണ്. എന്തായാലും നിയമ പോരാട്ടത്തിന് പോയാൽ ഗുണമുണ്ടാകും എന്നൊരു സന്ദേശം ഈ ഉത്തരവിലൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും തിരുവനന്തപുരത്തൊക്കെ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട്. അതൊക്കെ കോടതി കയറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സമയമുണ്ട് അതിന്. അത് ഈ ഒരു ഇടവേളയുണ്ട്. കോടതിയിൽ ഒരു അവധി സമയമാണ് ഈ വരാൻ പോകുന്നത്. ആ അവധി കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായും ജനുവരി 1 മുതൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇത്തരം കേസുകളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. എന്തായാലും സുപ്രധാനമായൊരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ നിയമപോരാട്ടം ഇതിന് പിന്നാലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും ഉറപ്പായിട്ടുണ്ട്.